എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ കർക്കിടക മാസം തുടങ്ങിയല്ലോ. അപ്പോൾ കർക്കിടക മാസത്തിലെ വളരെ പ്രധാനമാണല്ലോ നമുക്കൊരു പുഴുക്ക്. അത് പ്രത്യേകിച്ച് പുഴുക്കും കഞ്ഞിയും കൂടി ആയാൽ പറയും വേണ്ട. അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണമായിട്ട് ഇപ്പം ഇന്ന് പുഴുക്കും കഞ്ഞി, അതാണ് ഇപ്പം ഇന്ന് നമ്മളെ ഇന്നത്തെ വീഡിയോ. പിന്നെ മറ്റു വിശേഷങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. അപ്പോൾ രാവിലെ ഞാൻ കടയിലൊക്കെ ഒന്ന് പോയി വന്നു. പുഴുക്കിൻ്റെ കഷ്ണങ്ങളും ഉണ്ട്. നമ്മൾ ഇന്ന് വാങ്ങിച്ച സാധനങ്ങൾ ഗ്രീൻ ടീ. പിന്നെ എനിക്ക് ഉള്ളത് ഗ്രീൻ ടീ ഇവിടെ ഉണ്ട്. പിന്നെ സാധാരണ നമ്മളെ പച്ച നിലക്കടല ഇനി ഉപ്പിടാതെ വറുത്ത് വയ്ക്കും. പിന്നെ ഇപ്പം നമ്മളിന്ന് നമ്മളെ പതിവ് നീലം മാങ്ങ ഉണ്ട്, നല്ല ചെറുതാണ്. അടുത്തത് മത്തൻ്റെ ഒരു കഷ്ണമുണ്ട്, ചേമ്പും തണ്ടുണ്ട്, മത്തൻ്റെ കഷ്ണം, പച്ചക്കായ, ചേന, ചെറിയ ചേമ്പും വലിയ ചേമ്പും, കപ്പയും. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് വൻപയർ വെള്ളത്തിൽ കുതിർത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കഷ്ണങ്ങൾ, ചളി ആവാത്ത കഷ്ണങ്ങൾ അത് നന്നാക്കാം. ഒരു ചെറിയ കഷ്ണം മത്തൻ, ആ ഒരു രസമാണ് അതിലേക്ക്. പിന്നെ നമുക്കിത് ഒരൊറ്റ ചെറിയൊരു കിഴങ്ങ്, അതായത് കപ്പ, നല്ല പുതിയ കപ്പ തന്നെയാണ്. നമ്മൾ കഷ്ണങ്ങളൊക്കെ കഴുകി വെച്ചു. ഇനിയിപ്പോൾ നുറുക്കലേ ഉള്ളൂ. ഇങ്ങനെ ഇടല്ലേ, കുറുക്കല്ലേ, ഇത് വന്നാലും കുഴപ്പമില്ല. കപ്പ, പിന്നെ പൈക്കിതാ നമുക്ക് പയർ, വൻപയർ. ഇതാ നമുക്ക് ഇവിടെ ചതയ്ക്കാനുള്ളത് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ പുഴുക്ക് ഇവിടെ നമ്മൾ ഒരു 2 വിസിൽ കണ്ടില്ലേ, ഒക്കെ വെന്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ ചതച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ പുഴുക്ക് അതിവിടെ റെഡിയായി, നല്ല പാകമായിട്ട് എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ പുഴുക്കൂടെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇതാണ് നമ്മളെ ചമ്മന്തിക്ക് ഞാൻ ലേശം ഇത് കൊണ്ടിട്ടെ, നമ്മളെ മുറ്റത്തുള്ള ആ ഒരു നമ്മളെ കാന്താരി മുളക് ഉണ്ട്, അതൊന്ന് പറിച്ചോണ്ടിട്ടെ. അപ്പോൾ നമുക്ക് മുളക് മുഴുവൻ വേണ്ട, രണ്ടെടുത്തായി. നല്ല കാന്താരി മുളക്, ചെറിയ ഉള്ളി,
ഇഞ്ചി, തേങ്ങ, പിന്നെ പുളി, നമ്മളെ വാളംപുളി. അപ്പം ഇനിയിപ്പോൾ ഇതാ ചമ്മന്തി ഇവിടെ റെഡിയായി. നമുക്കെന്താ വെച്ചാൽ ഇനി ആ രാവിലെ വാങ്ങിച്ച കടല, പച്ചക്കടല ഉണ്ടല്ലോ, നമ്മളെ നിലക്കടല, അതൊന്ന് വറക്കണം. അത് വറക്കട്ടെ. ചട്ടി വയ്ക്കാം. നമുക്ക് കടല ഇങ്ങനെ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ അങ്ങനെ ചൂടാറി പാത്രത്തേക്ക് എടുത്ത് വയ്ക്കും. ഇതിപ്പോൾ 250 ഗ്രാമാണ്. അപ്പം ഇനി ഇത് ഒന്ന് ആയോ നോക്കട്ടെ. അല്ല, പാകത്തിന് നിർത്താം. അപ്പം ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഊണ് കഴിക്കാം. അതായത് ഇപ്പം ഇന്ന് ചോറല്ലല്ലോ, കഞ്ഞിയല്ലേ. അപ്പം ഇന്ന് ഏതായാലും നമ്മളെ കർക്കിടക മാസത്തിലെ സ്പെഷ്യലായിട്ടുള്ള കഞ്ഞിയും പുഴുക്കും ചമ്മന്തി പപ്പടം കാച്ചിയത് കൂടി അങ്ങനെയാണ് ഉച്ചഭക്ഷണം. ഒന്നേ തന്നെ കർക്കിടക സ്പെഷ്യൽ കഞ്ഞി പുഴുക്കും ചമ്മന്തിയൊക്കെ കൂടിയിട്ട് ഊണഴിച്ച് കഴിഞ്ഞൊന്ന് ഇരുന്നിട്ട് ഇതാ എനിക്ക് അലക്കാനുള്ളതാണ് ഇപ്പോൾ ഇതൊക്കെ. അലക്കൽ ഇങ്ങനെ നടക്കട്ടെ. ഇനിയിപ്പോൾ അതവിടെ നടക്കട്ടെ. ഇപ്പോൾ ഇതിലിട്ട് നമുക്ക് ഇനി ഉണക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം പിന്നൊക്കെ ഒന്ന് തോരടാൻ.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കേ. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.